ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുൽവാമ ഡേയും കൂടെയാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിനോടകം തന്നെ ഒരുപാട് കഥകളും കവിതകളും അല്ലേ, സാഹിത്യ സൃഷ്ടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഘോരഘോരം ആളുകൾ പറഞ്ഞ് ഒരു പദം വന്നിരിക്കുന്ന വിഷയമാണല്ലോ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കിട്ടാക്കനി തന്നെയാണ്. ഒരു ബന്ധത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ആത്മാർത്ഥതയോ സത്യസന്ധതയോ അനുകമ്പയോ അല്ലെങ്കിൽ ഒരു പരിലാളനയോ ഒന്നും ബന്ധങ്ങളിൽ നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. പല ബന്ധങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരാൾ എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും, മറ്റേയാളോ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളും ഉണ്ട്. മാധവിക്കുട്ടി എപ്പോഴോ പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശവക്കല്ലറയിൽ കൊണ്ടുവന്ന് പൂക്കൾ വെക്കുന്നതിന് പകരം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ സ്നേഹത്തോടെയും അനുകമ്പയോടും കൂടി നിങ്ങൾ പരിപാലിക്കൂ എന്നാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നിൽക്കുന്ന ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും കൂടി പരിഗണിക്കാനും സ്നേഹിക്കാനും സമയം കണ്ടെത്തുക തന്നെ വേണം. നമുക്ക് 100,000 വർക്കുകളും അല്ലെങ്കിൽ നമുക്ക് ടൈമില്ല എന്നൊക്കെ നമുക്ക് എക്സ്ക്യൂസുകൾ ധാരാളം പറയാമായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തന്നെ വേണം. അതൊരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചാലകമാണ്. പല ബന്ധങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ടോക്സിക് ബന്ധങ്ങൾ കാണാം. ആളുകൾ ചിലപ്പോൾ അതിപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, അങ്ങനൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ കടിച്ചു പിടിച്ച് നിൽക്കുന്നതാവാം. കാരണം സമൂഹത്തെ ഭയന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതും ഒരു എത്ര കാലമല്ലേ, എനിക്കൊരു പരിധിയുണ്ട്. അതെപ്പോഴും സഫർ ചെയ്യുന്ന ആ ഒരാളായിരിക്കും, മറ്റേ ആൾക്ക് ചിലപ്പോൾ അതൊരു വിഷയം ആയിരിക്കില്ല. അപ്പോൾ ഇന്ന് സ്നേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് കണ്ടെത്തിയിട്ടുള്ളൊരു ദിവസമാണല്ലോ. സ്നേഹബന്ധങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ധാരാളം നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കി മാത്രമേ ഏതൊരു ബന്ധങ്ങളിലേക്കും കടക്കാവൂ എന്നുള്ളതാണ്. കുട്ടികളോടൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു ബന്ധത്തിന് പുറകെ പോകുമ്പോൾ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ എനിക്ക് എത്രത്തോളം ആപ്റ്റാണെന്ന് കുറേ കാലം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബന്ധങ്ങളിലേക്കൊക്കെ കടക്കുന്നതാണ് നല്ലത്. ചാടിക്കേറി ആരോടും ഏസ് പറയാതിരിക്കുക. കാരണം ആ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് അധികം കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങൾ ആ സീരിയസ് റിലേഷൻഷിപ്പിൽ എത്തിയതിനു ശേഷമായിരിക്കും ആളുടെ തനി സ്വഭാവങ്ങളൊക്കെ പുറത്തു വരുന്നത്. സോ എപ്പോഴും ബന്ധങ്ങളെ ചൂസ് ചെയ്യുമ്പോൾ ഒരു തിരിച്ചറിവുകൾ നമ്മൾക്ക് വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ ഒളിപ്പിച്ച് വെക്കാനുള്ള സംഭവമല്ല. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ തുറന്ന് പ്രകടിപ്പിക്കുക തന്നെ വേണം. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ബന്ധത്തെ വളരെയധികം സഹായിക്കും. നമ്മൾ ബന്ധങ്ങളിൽ സ്വാർത്ഥതയുള്ളവരായിത്തീരരുത്. ചിലർ പറയാറുണ്ട് സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയാണ്, സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കൂടെ ഒന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പരിഗണിക്കണം. അത് വളരെ മസ്റ്റാണ്. അവർക്കും ഹൃദയവും മനസ്സും അല്ലെങ്കിൽ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ഡൈവോഴ്സുകളായിരിക്കും. ഇപ്പം തന്നെ ഒരുപാട് ഡൈവോഴ്സ് കേസുകളുണ്ട്. പക്ഷെ ഇനി അത് കൂടാനേ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഒന്നുകൂടെ ആശംസിക്കുകയാണ്. എന്താ പറയുക, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അങ്ങനെ പ്രായത്തിൻ്റെ ഒന്നും പ്രശ്നമല്ലല്ലോ. നമ്മളിപ്പോൾ ഏത് ബന്ധത്തിലിരുന്നാലും ഈ സ്നേഹമില്ലാതെ നമുക്ക് മുന്നോട്ട് ഒരു സെക്കൻഡ് പോലും ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഒരാൾ വേണം, അല്ലേ?
ഒന്നി നമ്മുടെ പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വേണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ വേണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കുവാനും അർഹതയുള്ളവരാണ്. ആരും അതിൽ നിന്നും വ്യത്യസ്തരൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ.